റവ ബിരിയാണി ഉണ്ടാക്കാം. തരി ബിരിയാണി. അപ്പോ വെറൈറ്റി ആയിട്ടുള്ളൊരു ബിരിയാണിയാണ് കേട്ടോ. നമ്മൾ സാധാരണ ബിരിയാണി ഉണ്ടാക്കുന്ന അത്രയൊന്നും ബുദ്ധിമുട്ടില്ല, എളുപ്പത്തിൽ ഉണ്ടാക്കാം, നല്ല ടേസ്റ്റുമാണ്. റവ ബിരിയാണി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഞാനും പപ്പിയോ ഉമ്മച്ചി സ്കൂളിൽ ഇതെന്താ അറിയോ, ഇതൊരു കാര്യമുണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഓന് നിന്നോട് വന്ന് ചോദിക്കാനേ. അപ്പൊ മോള് ഓൺലൈൻ ക്ലാസ്സിൽ ഇങ്ങനെ പഠിക്കുകയാണ്. അപ്പൊ അവന് പഠിപ്പിച്ചു കൊടുക്കാൻ, ഞാനിവിടെ കുക്കിംഗ് ചെയ്യാണ്. മോളൂന് ടൈമില്ല. അപ്പൊ മോളൂന് പഠിച്ചു കഴിഞ്ഞിട്ട് വേണം ഋഷുവിന് പഠിപ്പിച്ചു കൊടുക്കാൻ. അപ്പൊ ഋഷു നിന്നോട് വന്ന് ചോദിക്കാനേ, പപ്പയും വെച്ചിയോ എങ്ങനെ ഒപ്പാണോ സ്കൂൾക്ക് പോയിന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ അല്ല, പപ്പ ഞാൻ കരുവാരണ്ടിലാണ് എന്റെ വീട്. അപ്പൊ ഞാൻ കരുവാരണ്ടിലാണ് സ്കൂൾക്ക് പോയിരുന്നത്, പപ്പ പെരിന്തൽമണ്ണയാണ് പറഞ്ഞ്. അപ്പൊ ഋഷു ചോദിക്കാനേ, പിന്നെ എങ്ങനെ നിങ്ങൾ പിമ്മിയായത്? അപ്പൊ ഞാൻ പറഞ്ഞു കൊടുത്തു, ഞാൻ കല്യാണപ്രായമൊക്കെ ആയപ്പോ പപ്പ ഒരു ദിവസം മമ്മിനെ കല്യാണം കഴിച്ചിട്ട് കൊണ്ടുവന്നതാണ്, അങ്ങനെയാണ് ഞങ്ങൾ കല്യാണം കഴിച്ചത്, അങ്ങനെയാണ് ഉപ്പിമ്മിയായി പറഞ്ഞു. അപ്പൊ ഋഷു അപ്പൊ പിന്നെ സങ്കടം വന്നു. അപ്പൊ എന്താ വെച്ചാൽ എന്താ ഋഷു ഒരു വിഷമം. അപ്പൊ നിങ്ങള് കുതിരമ്മ കയറിയപ്പോ എന്നെ കൊണ്ടുപോയില്ലല്ലോ. അപ്പൊ ഞങ്ങൾ കല്യാണം കഴിഞ്ഞിട്ട് ടൂറ് പോയിരുന്നു, കുട്ടികളൊക്കെ ഉണ്ടായതിന്റെ മുമ്പ്. അപ്പൊ പപ്പയും ചിന്നി കൊണ്ടാവാതെ കുതിരമ്മ കയറിയില്ല, ഇനി പോകുമ്പോ എന്നെ കൊണ്ടുപോകും വെച്ചു. അപ്പൊ ഞാൻ പറഞ്ഞെടുത്തു, കുട്ടികളൊക്കെ ഉണ്ടായതിന്റെ മുമ്പാണ് ഞങ്ങള് കുതിരമ്മയൊക്കെ കയറി പോയത്, പിന്നെ നീ പോകുമ്പോ കൊണ്ടായാൽ മതി എന്ന് അങ്ങനെ ഹാപ്പി ആയിരിക്കും. കുറച്ച് ഇമാജിനേറ്റീവ് കൂടുതലാണ് സംഭവം. അന്ന് ചോദിച്ചാൽ ഞാൻ വിളിച്ചപ്പോ എന്താ സംസാരിക്കും, ഇപ്പൊ എന്താ പറഞ്ഞെന്ന് ഓർമ്മല്ല. അപ്പൊ ഓൻ പറയാണ്, ഞാനില്ലേ ഉമ്മച്ചിന്റെ വയറ്റിലാവണ സമയത്ത് അത് പറഞ്ഞോട്ടെ, അത് ഇടണ്ട കേട്ടോ, പറയാതെ ഇതൊന്നുമില്ല. അപ്പൊ ഞാൻ പറയാണ്, ഞാൻ ഉമ്മച്ചിന്റെ വയറ്റിലാവണ സമയത്ത് അതാ തെറ്റിപ്പോവുക. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഒരു തെറ്റലും മുണ്ടലൊക്കെ സംഭവിച്ചിട്ടുണ്ട്, അത് പോട്ടാമൊക്കെ പിന്നെ പറയാം. ഈ ഋഷുവിന് നല്ലൊരു പാട്ട് പാടാം അല്ലെ? നമ്മളെ ഈ മൂടൊക്കെ ഒന്ന് മാറ്റി, ഋഷുവിന്റെ ഈ തെറ്റൊരു മൂടിലൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടി നമുക്ക് ഒരു അടിപൊളി പാട്ട് ഋഷു പാടും. ഋഷു നല്ല പാട്ടുകാരനാണ്. ഒന്നാം ക്ലാസ്സിലെ ഉസ്താദ് ഒരു പിന്നെ ഇത് ഇന്നലെ പഠിച്ച പാട്ടാണ് സംഭവം. മദർസിനല്ല, സ്കൂളിൽ പുസ്തകം പഠിപ്പിച്ചൊക്കെ പാട്ടാണ്. ഓർക്ക് നേരെ അറിയുന്നില്ല, പക്ഷെ ഒന്നോ രണ്ടോ പ്രാവശ്യം കണ്ടിട്ടുള്ള വീഡിയോ. അപ്പൊ തന്നെ ഓനിങ്ങനെ പാടുന്നുണ്ട്. വേറെ പാട്ട് പാടും ഋഷു. ഋഷു പാട്ട് ഏത് പാട്ടാ പാടുക? നമ്മക്ക് സംസാരിക്കും ആലോചിക്കട്ടെ പാട്ട്. അപ്പൊ ഉമ്മ ഉണ്ടാക്കുന്ന സാധനത്തിന് നമുക്ക് അതിലേക്ക് വരാം. റവ ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഞാൻ ആ സാധനം ഉണ്ടല്ലോ ഇതുവരെ കേട്ടിട്ടുമില്ല, കണ്ടിട്ടുമില്ല, ആദ്യമായിട്ട് അങ്ങനെ തിന്നാൻ പോണത്. സംഭവം അതിന്റെ രൂപം എങ്ങനെയൊന്നും എനിക്കറിയില്ല. അപ്പൊ എന്തായാലും ബിരിയാണി തന്നെയാണ്. അപ്പൊ നമുക്ക് ബിരിയാണി ഉണ്ടാക്കും. എനിക്ക് ഇപ്പോഴും സംഭവം മനസ്സിലായിട്ടില്ല, ഈ റവ കൊണ്ട് എങ്ങനെ ഈ ബിരിയാണി ഉണ്ടാക്കും. അതൊക്കെ ഒരു പൊടിയല്ലേ, പൊടി കൊണ്ട് ബിരിയാണി ഉണ്ടാക്കാം. അപ്പൊ നമുക്ക് എങ്ങനെയാണ് റവ ബിരിയാണി? നൂൽപൊടിന്റെ പാത്രത്തൊക്കെ ഇട്ടിട്ട് അല്ല അല്ല അങ്ങനെയൊന്നും അല്ല. അപ്പൊ നമുക്കത് നോക്കിയാലോ? ഞാൻ പറഞ്ഞല്ലേ അങ്ങനെ റെസിപ്പി നമുക്ക് ഉണ്ടാക്കണം. നൂൽപുട്ടും കൊണ്ട് ബിരിയാണി ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. പാട്ട് പാടുന്നുണ്ട്. പാട്ട് പറഞ്ഞു കൊടുക്കും. നമുക്ക് ഏത് പാട്ടാ പാടുക? രണ്ടാളും മോളും പാടിക്കോ. നമുക്ക് ആലോചിച്ച് വരുമ്പോ സമയം എന്താവുന്നാവോ. ആയിക്കോട്ടെ, അങ്ങ് പാടാട്ടോ. അപ്പൊ 3, 2, 1 സ്റ്റാർട്ട്. ചൂണ്ടയിട്ട് പിടിക്കും ഞാൻ, ഉപ്പും മുളകും തേക്കും ഞാൻ, ചട്ടിയിലിട്ട് പറിക്കും ഞാൻ, നുള്ളി നുള്ളി തിന്നും ഞാൻ. നല്ല പാട്ട്. ഞാൻ പഠിപ്പിച്ചു കൊടുക്കാൻ പാടാ. ഞാൻ ചെറിയ കുട്ടികളെ പോയി പിന്നെ ഒരു പാട്ട് പഠിപ്പിച്ചാൽ ഒരു എലിന്റെ പാട്ട്. എലിയമ്മ മരിച്ചു. ബാലവാടിയിൽ പഠിച്ച പാട്ടാ. എലിയമ്മ മരിച്ചു, എലിക്കുട്ടിക്കാരഞ്ഞു, ഏഴ് ബസ്സിൽ കൊണ്ടാവോ, പിപി ബസ്സിൽ കൊണ്ടാവോ. ആരാണ് ഡ്രൈവർ? പിപി കുട്ടി ഡ്രൈവർ. അപ്പൊ നമുക്ക് റെസിപ്പിയിലേക്ക് പോവല്ലേ? പോവല്ലേ? പോവാം. റവ ബിരിയാണി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് ചിക്കൻ ഒന്ന് വേവിക്കണം. അപ്പോൾ അതിന് വേണ്ടി ഒരു പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് 2 മീഡിയം വലിപ്പത്തിലുള്ള സവാള ഇതുപോലെ നേരിയതായിട്ട് കട്ട് ചെയ്തിട്ടാണ് ചേർക്കുന്നത്. അപ്പോൾ കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ട് സവാള നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കുക. സവാള നല്ല പോലെ വാടിയതിന് ശേഷം വേണം നമുക്കിതിലേക്കുള്ള ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ട് കൊടുക്കാൻ. അപ്പോൾ 2 പച്ചമുളക് നെടുകെ കീറിയത് ഇട്ടിട്ടുണ്ട്.
പിന്നെ 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ്. ഇനി ഇതിൻ്റെ പച്ചച്ചുവ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാല 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ബിരിയാണി മസാല ഉണ്ടെങ്കിൽ അതായാലും മതി കേട്ടോ. പിന്നെ ചിക്കൻ കറി മസാല 1 ടീസ്പൂണാണ് ചേർക്കുന്നത്. ഇനി ഈ പൊടികളുടെ പച്ചച്ചുവ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല എരിവുള്ളൊരു ബിരിയാണി ആയിരുന്നു കേട്ടോ. ഇനിയിപ്പോൾ ഇത്ര എരിവ് വേണ്ടാന്നുണ്ടെങ്കിൽ ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയൊക്കെ ഇട്ടാൽ മതി. ഇനി ഇതിലേക്ക് 2 തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്തത് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഈ തക്കാളി നല്ല പോലെ ഒന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അടച്ചു വെച്ചിട്ടാണ് കേട്ടോ വേവിക്കുന്നത്. തക്കാളി വെന്തുടയുന്നത് വരെ നമ്മളിത് അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്യണം. തക്കാളിയൊക്കെ ഇപ്പോൾ നല്ല പോലെ ഇവിടെ വെന്തിട്ടുണ്ട്. അപ്പോൾ നല്ല പോലെ ഒന്ന് ഇളക്കിയെടുക്കുക. ഇനിയിപ്പോൾ നമുക്കിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ 300 ഗ്രാം ചിക്കനാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ചെറിയ പീസായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. നമ്മൾ ബിരിയാണിക്കൊക്കെ കട്ട് ചെയ്യുന്ന പോലെ വലിയ പീസായിട്ട് കട്ട് ചെയ്യണമെന്നൊന്നുമില്ല. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇനി നമ്മൾ ഈ പാൻ അടച്ചു വെച്ചിട്ട് വേണം ചിക്കൻ വേവിക്കാൻ. അപ്പോൾ ചിക്കൻ വേവാനുള്ള വെള്ളം ചിക്കനിൽ നിന്ന് തന്നെ ഇറങ്ങിക്കോളും. നമ്മൾ പ്രത്യേകിച്ച് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ടാണ് ഞാനിപ്പോൾ ഇത് വേവിച്ചത്. അപ്പോൾ ഇതിൽ വെള്ളമൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒരു തണ്ട് കറിവേപ്പില ഇതിലേക്ക് ഇട്ടിട്ട് നമ്മളിത് അടച്ചു വെച്ചിട്ട് വീണ്ടും ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 10 മിനിറ്റും കൂടെ വേവിക്കുക. അപ്പോൾ ഇടയ്ക്ക് നമ്മളിത് തുറന്നൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ചിക്കനൊക്കെ നല്ല പോലെ വെന്തിട്ടുണ്ട്. അപ്പോൾ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചിക്കൻ കുക്കാവും കേട്ടോ. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പുതിനയില നിങ്ങളുടെ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ പുതിനയില കൂടി ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ പുതിനയില കയ്യിലില്ലാത്തതുകൊണ്ട് ചേർത്തിട്ടില്ല. ഇനി ഇതിലേക്ക് 4 കപ്പ് ചൂടുവെള്ളമാണ് ഞാൻ ചേർക്കുന്നത്. അപ്പോൾ നമ്മൾ 2 കപ്പ് റവയാണ് കേട്ടോ ചേർക്കുന്നത്. അപ്പോൾ 1 കപ്പ് റവ എടുക്കുമ്പോൾ 2 കപ്പ് വെള്ളമാണ് എടുക്കേണ്ടത്. അപ്പോൾ 2 കപ്പ് റവയിലോട്ട് 4 കപ്പ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ നല്ല തിളച്ച വെള്ളം തന്നെ ചേർക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. നമ്മൾ ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പാണ് ഇട്ടിരുന്നത്. അപ്പോൾ ഇനി റവയിലേക്കുള്ള ഉപ്പും കൂടെ കണ്ടിട്ട് വേണം ഉപ്പിടാൻ. ഇനി 2 കപ്പ് വറുത്ത റവയാണ് കേട്ടോ ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ നമ്മൾ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെ റവ നല്ല പോലെ വറുത്തിട്ട് വേണം ബിരിയാണി ഉണ്ടാക്കാൻ എടുക്കേണ്ടത്. അപ്പോൾ വറുത്ത റവയാണെന്നുണ്ടെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് വറുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഞാനിപ്പോൾ വറുക്കാത്ത റവയാണ് വാങ്ങിയിരുന്നത്. അതുകൊണ്ട് നല്ല പോലെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വറുത്ത റവ വേണം ബിരിയാണിയൊക്കെ ഉണ്ടാക്കാൻ എടുക്കാൻ. റവ ചേർത്ത ഉടനെ തന്നെ നമ്മളിത് നല്ല പോലെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ കട്ട പിടിച്ച് നിൽക്കും. അപ്പോൾ കട്ട പിടിച്ച് നിൽക്കുന്നുണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല. നമ്മൾ തവി വെച്ചിട്ട് നല്ല പോലെ ഒന്ന് ഉടച്ചെടുത്താൽ മതി. റവയിൽ വെള്ളമെല്ലാം വറ്റിയിട്ടുണ്ട്. റവയൊക്കെ നല്ല പോലെ കുക്കായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് സെർവ് ചെയ്യാം. അപ്പോൾ നല്ല ചൂടോട് കൂടി തന്നെ ഞാനിപ്പോൾ ഇതൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ സെർവിങ് ബൗളിൻ്റെ അതേ ഷേപ്പിൽ തന്നെ നമ്മുടെ റവ ബിരിയാണി സെർവ് ചെയ്യാം. അപ്പോൾ കുട്ടികൾക്ക് കാണാൻ തന്നെ ഒരു ഭംഗിയായിട്ട് തോന്നും. നല്ല ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ശരിക്കും പറഞ്ഞാൽ അതുപോലെ തന്നെ ഉണ്ടാക്കി കൊടുക്കാം. കാരണം നമ്മുടെ വീട്ടിൽ ചിക്കൻ കറിയോ അല്ലെങ്കിൽ കുറച്ച് ചിക്കൻ്റെ പീസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ്. അതുപോലെ നമുക്ക് ഡിന്നറിനും ഈവനിങ്ങിനും ഒക്കെ സെർവ് ചെയ്യാൻ പറ്റിയ നല്ല ബിരിയാണിയാണ് കേട്ടോ. പിന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഇങ്ങനെ ബിരിയാണിയൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ കറികളൊന്നും ഉണ്ടാക്കി സമയം കളയേണ്ട ആവശ്യമില്ല. പിന്നെ ബിരിയാണി അരി ഇല്ലാന്നുണ്ടെങ്കിലും നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ബിരിയാണിയാണ് റവ ബിരിയാണി. അപ്പോൾ ഇതിന് മുമ്പ് ഞാൻ നൂൽപുട്ട് ബിരിയാണി ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ബിരിയാണിയാണ്. ബിരിയാണി എന്ന് വേണമെങ്കിൽ പറയാം, ഉപ്പുമാവ് എന്ന് പറയാം. ബിരിയാണി ഒക്കെ തിന്ന് കേൾക്കണതാ. ഇതൊരു പുതിയ സ്റ്റൈലാണ്. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിന്റെ കൂടെ തന്നെ ആ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോ അടുത്ത വീഡിയോ ഉടൻ തന്നെ ഇടുന്നതായിരിക്കും. എല്ലാരും ആ വീഡിയോ കാണുക. അപ്പോ പോവല്ലേ? ബൈ ബൈ. അപ്പൊ ഒരു ദിവസം എന്താ മാംഗോ കൗണ്ടിക്ക് പോകുമ്പോ മൈക്കിലൊക്കെ പാത്രം അതാണ് എല്ലാരും വാങ്ങിനു. അപ്പൊ ഞാനത് പാതിനു തന്നെ. അപ്പൊ ശരി, നമുക്ക് റെസിപ്പിയിലോട്ട് പോകാം. പറയണ്ടേ, മറ്റേ പറയണ്ടേ? മോള് പറയാം. വീഡിയോ ഇഷ്ടമായിക്കണെങ്കിൽ അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിന്റെ കൂടെ തന്നെ ആ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോ അടുത്ത വീഡിയോ ഉടൻ തന്നെ ഇടുന്നത്
ഉണ്ടാക്കിയതാണ്